ഹായ് എവരിവൺ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് സെൻ്ററിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും നമ്മൾ ലെസൺ പ്ലാൻ തന്നെയാണ് നോക്കുന്നത്. കിൻഡർ ഗാർഡൻ അതായത് LKG സെക്ഷനിൽ മലയാളത്തിൻ്റെ ലെസൺ പ്ലാനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഒരു ഫോർമാറ്റ് തന്നെയാണ്. ഡേറ്റ്, ഡേയ്സ്, എത്ര ഡേറ്റ് കൊണ്ടാണ് അത് നിങ്ങൾ മെൻഷൻ ചെയ്യുക, ഏത് ക്ലാസ്സാണെന്നുള്ളത് മെൻഷൻ ചെയ്യുക. ദെൻ സബ്ജക്റ്റ്, നമ്മളെടുക്കുന്ന സബ്ജക്റ്റ് മലയാളമാണ്. അപ്പോൾ യൂണിറ്റ് ഓർ ലെസൺ ആണ് പറഞ്ഞിരിക്കുന്നത്. അക്ഷരങ്ങളാണ് നമ്മളെടുക്കുന്ന ലെസൺ. അതിനകത്ത് കണ്ടൻറ്റ് നാ പ എന്ന് പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ലേണിംഗ് ഒബ്ജക്റ്റീവ്, കുട്ടി ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കുന്നു, ലേണിംഗ് ഒബ്ജക്റ്റീവ് എന്താണെന്ന് നോക്കാം. പ്രകൃതിയുടെയും ചുറ്റുപാടുകളുടെയും അറിയുന്നതിനുള്ള കഴിവ് വർദ്ധിപ്പിക്കുക, നിരീക്ഷണ പാഠവും കൂട്ടുക, ചിന്താശക്തി വർദ്ധിപ്പിക്കുക, അക്ഷരങ്ങൾ വ്യക്തതയോടെ പറയാൻ പറ്റുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുക, ചിന്താശേഷി വർദ്ധിപ്പിക്കുക, പഠിച്ച അക്ഷരങ്ങൾ ചേർന്ന് വരുന്ന വാക്കുകൾ നമ്മുടെ ചുറ്റുപാടിൽ നിന്നും കണ്ടെത്താൻ സഹായിക്കുന്നു. ഇതെല്ലാമാണ് നമുക്ക് ലേണിംഗ് ഒബ്ജക്റ്റീവായിട്ട് കൊടുക്കാം. ഇനി ടീച്ചിങ് മെത്തഡോളജി എങ്ങനെയായിരിക്കും നമുക്കിത് കുട്ടിയിൽ പഠിപ്പിക്കാനെടുക്കുക. അപ്പോൾ നമുക്കറിയാം, ഫസ്റ്റ് നമ്മൾ ഓരോ നായും എഴുതുമ്പോഴും പാ എഴുതുമ്പോഴും ഓരോ അക്ഷരങ്ങൾക്കും ഒരു ലെറ്റർ ഫോർമേഷൻ ഉണ്ട്. അപ്പോൾ നാ എഴുതുമ്പോൾ നമ്മളറിയാം, ഫസ്റ്റ് നമ്മൾ റായിൽ നിന്നാണ് അക്ഷരങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ 2 റാ എന്ന് പറഞ്ഞ അക്ഷരം കൂടുമ്പോഴാണ് നായാകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഫ്ലാഷ് കാർഡുകൾ യൂസ് ചെയ്യാം, അതിൻ്റെ മോഡലുകൾ കാണിച്ചു കൊടുത്ത് നാ പ എന്ന അക്ഷരങ്ങൾ പഠിപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈത് ചേർന്ന് വരുന്ന വാക്കുകൾ ചുറ്റുപാടിൽ നിന്ന് കണ്ടെത്തുക. പന, പത, ഇതിൻ്റെ അകത്തൊക്കെ വരുന്ന അക്ഷരങ്ങൾ ഏതാണെന്ന് കുട്ടിയെ മനസ്സിലാക്കിക്കുക. ദെൻ നമ്മൾ എയർ ട്രേസിങ് ചെയ്യിക്കുക, അതായത് ചൂണ്ടുവിരൽ വെച്ച് കുട്ടികളെ കൊണ്ട് അക്ഷരങ്ങൾ ട്രേസ് ചെയ്യിപ്പിക്കുക. ദെൻ ടീച്ചർ റിപ്പീറ്റായിട്ട് ബോർഡിൽ എഴുതി അക്ഷരങ്ങൾ കാണിച്ചു കൊടുത്ത് കുട്ടിയുടെ മനസ്സിൽ അത് ഉറപ്പിക്കുക. ഇതെല്ലാമാണ് നമ്മൾ ടീച്ചിങ് മെത്തഡോളജി ആയിട്ട് പറയണത്. ഇപ്പോൾ അതുപോലെ തന്നെ ടീച്ചിങ് ചെയ്യാൻ നേരത്ത് അക്ഷരങ്ങൾ പഠിച്ചു, വാക്കുകൾ പറഞ്ഞു, ആ വാക്കുകളിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പോൾ പന, ഒരു ഒറ്റത്തടി വൃക്ഷം ഏതാണ്, പന. സോപ്പ് അലയുമ്പോൾ കിട്ടുന്നത് എന്താണ്, പത. ഇങ്ങനെയൊക്കെ പറയുന്ന ഓരോ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിപ്പിക്കുക. അപ്പോൾ കുട്ടി അതുമായിട്ട് കുറച്ചും കൂടി കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, ദെൻ ടീച്ചിങ് എയ്ഡ്സ് ആൻഡ് ടെക്നിക്കൽ ടൂൾസ്, നമ്മൾ യൂസ് ചെയ്യുന്ന ടീച്ചിങ് എയ്ഡ്സ് എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഫ്ലാഷ് കാർഡുകൾ ഉപയോഗിക്കും, മോഡൽസ് യൂസ് ചെയ്യും, അതുപോലെ തന്നെ കുട്ടികളെ മണലിൽ എഴുതിപ്പിക്കും, സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ബുക്കിൽ കളർ ചെയ്യിപ്പിക്കാം, സ്ലേറ്റ്, കാർഡ്ബോർഡ്, ബോർഡ്, ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കും. ദെൻ ആക്ടിവിറ്റി അല്ലെങ്കിൽ വർക്ക്ഷീറ്റ്, ക്ലെയിം കൊടുത്ത് കുട്ടികൾക്ക് റാ എന്ന അക്ഷരം ഉണ്ടാക്കാൻ പഠിപ്പിക്കാം. അതുപോലെ തന്നെ നോട്ട്ബുക്കിൽ നാ പ എന്ന് പറഞ്ഞ അക്ഷരങ്ങൾ എഴുതിക്കുന്നു. ടെക്സ്റ്റ് ബുക്കിലെ റാ, നായും പായും അക്ഷരങ്ങൾ കളർ ചെയ്യുക. ഇതെല്ലാമാണ് നമ്മൾ കൊടുക്കുന്ന വർക്ക്ഷീറ്റുകൾ അല്ലെങ്കിൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇനി ഇതിൽ നിന്ന് അസസ്മെൻറ്റ്, ഇതിൽ നിന്ന് കുട്ടി എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്താണ് കുട്ടിയെ ഇവാലുവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അക്ഷരമാല ചാർട്ട് നോക്കി അക്ഷരങ്ങൾ വായിപ്പിക്കുമ്പോൾ കുട്ടി കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ആൽഫബറ്റിൻ്റെ ഡൈസ് യൂസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കറക്റ്റ് വൺ പിക്ക് ചെയ്യുന്നുണ്ടോ, അങ്ങനെ കറക്റ്റായിട്ട് കുട്ടി എടുക്കുന്നുണ്ടെങ്കിൽ ആ ലെറ്റർ കുട്ടി മനസ്സിലാക്കിയെന്ന് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ലേണിംഗ് ഔട്ട്കം, അക്ഷരങ്ങൾ വ്യക്തതയോടെ പറയാൻ പറ്റുന്നുണ്ടോ, അവർക്കുടെ പ്രൊനൗൺസിയേഷൻ കറക്റ്റാണോ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ കുട്ടികൾ കൂടുതൽ വാക്കുകൾ ചുറ്റുപാടിൽ നിന്ന് കണ്ടെത്തി പറയുകയും ചെയ്യുകയാണ് എങ്കിൽ കുട്ടി ഒരു വാക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കിയെന്ന് നമുക്ക് കരുതാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ലെസൺ പ്ലാൻ എല്ലാവർക്കും ഹെൽപ്ഫുള്ളാണെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ചും കിൻഡർ ഗാർഡൻ ടീച്ചർമാർക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.